ഓറഞ്ചോ ആപ്പിളോ എന്നെല്ലാം കൊണ്ടേ വരാവുള്ളേ അല്ലേ? ഡാം കാണുമ്പോൾ വല്ല കിറങ്ങിപ്പോവും. അതെ, കരിഞ്ഞു പോവോ തലയിറങ്ങി വീരോ എന്നേലും സംഭവിക്കും. അത്രയ്ക്ക് വെയില. അടുത്ത ലൊക്കേഷൻ മലങ്കര ഡാമിലാണ് ഷൂട്ട് കിടക്കുന്നത്. നോക്കിക്കേ, മേക്കമ്മ കുടയും പിടിച്ചോണ്ട് പോകുന്നത്. ഞാൻ വെയിലത്തും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയാവോ? പാലായിക്കടുത്ത് ഒരു 28 കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ ഒരു ഡാമുണ്ട്. മലങ്കര ഡാമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. നല്ല വെയിലുമാണ്. അതാണ് ഈ കുടയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കുട എന്നെ കൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് വിശേഷം ഇങ്ങനെ നോക്കാം. അടുത്ത ലൊക്കേഷൻ മലങ്കര ഡാമിലാണ് ഷൂട്ട് കിടക്കുന്നത്. നോക്കിക്കേ, മേക്കമ്മ കുടയും പിടിച്ചോണ്ട് പോകുന്നത്. ഞാൻ വെയിലത്തും. മലങ്കര ഡാം ഷൂട്ടിങ്ങിനും പറ്റിയ സ്ഥലം. പിന്നെ എന്നതാ, ജസ്റ്റ് ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? വൈകുന്നേരമൊക്കെ നല്ലതാന്ന് തോന്നുന്നു. പക്ഷെ നട്ടു ഉച്ചയ്ക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല വെയിലും നല്ല കാറ്റും കേട്ടോ. തണുത്ത കാറ്റുണ്ട്. പക്ഷെ കണ്ണ് തുറക്കാൻ മേലെ അതുപോലത്തെ വെയിലത്താണ് നിൽക്കുന്നത്. എങ്ങോട്ടാ കയറുന്ന എൻട്രിന്ന് നോക്കട്ടെ. പച്ചവെള്ളമൊക്കെ കിട്ടും കേട്ടോ ഇവിടെ വന്നാൽ. ചെറിയൊരു പെട്ടിക്കടയുണ്ടോ ഇവിടെ. ഡാം കാണാൻ ഇത്രയും വെള്ളമുള്ള പെണ്ണില്ലേ പച്ചവെള്ളം. നമ്മൾ മലങ്കര ഡാമിലോട്ട് എൻട്രി ചെയ്യാനുള്ളൊരു വഴി നോക്കുവാണ് കേട്ടോ. ശരിക്കും അവിടെ ഒരു വഴിയുണ്ട്, ഒരു പാലം കയറിപ്പോകുന്നു. പക്ഷെ അതല്ലായിരുന്നു വഴി, നമുക്ക് കുറച്ച് തെറ്റിപ്പോയി. നമ്മൾ വേറൊരു വഴി കൂടെ വേണം ആ ഡാമിൻ്റെ മേൽഭാഗത്തോട്ട് എത്താൻ. അപ്പോൾ നമ്മളവിടെ ആ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് ആ ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ച് പയ്യെ വരുവാണ്. ഇതിപ്പോൾ തൊടുപുഴ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അടുത്താണ് ഈ മലങ്കര ഡാം സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ഡാമിലോട്ടുള്ള എൻട്രിയൊക്കെ കണ്ടുപിടിച്ച് ഈ ഗേറ്റിൽ ചെറിയൊരു പാസ് ഉണ്ട്. അപ്പം ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ. പാസ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ആണ്. എത്ര ആൾക്കാർ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോയൊരു സൺഡേ ആയിരുന്നു. അപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ബസ്സൊക്കെ പിടിച്ച് ഫുൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒത്തിരി പേരെ നമ്മൾ അന്നേരം കണ്ടു കേട്ടോ. ഉച്ച സമയമാണേലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഗേറ്റും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡാമിലോട്ടുള്ള എൻട്രി ശരിക്കും തുടങ്ങുന്നത്. അങ്ങോട്ട് കാറ് പോകത്തില്ല. നമ്മളപ്പോൾ ഇവിടെ എല്ലാവരും പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാണ്.
ഡാമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. 9 AM to 5:30 PM വരെയാണ് വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ള ടൈം. ബാക്കി കാര്യങ്ങളും എല്ലാം അവിടെ ഒരു ബോർഡിലും എല്ലാം നല്ല ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡാം കാണാൻ വരുന്നതോടെ പ്രത്യേക സ്ഥലത്തേക്ക് ഒരു കുടയും ഒരു കുപ്പി വെള്ളം എടുത്തോണം. നല്ല ചൂടാണ്, ശരിക്കും വല്ലാണ്ടായി ഉച്ചയ്ക്കൊക്കെ വന്ന. 20 രൂപയാണ് ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ ആയത്. അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും പാടില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് ഈ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. പാസ് മേടിച്ച് നമ്മൾ ഇവിടെ വരുമ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പിന്നെ വീഡിയോയും ഫോട്ടോസും എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങോട്ട് ഡാമിൻ്റെ ഏരിയ ആണ്ട് എടുക്കാൻ പറ്റത്തില്ല. നല്ല വ്യൂ ആണ് ഡയറക്റ്റ് കാണുമ്പോൾ. ഡാമിൻ്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് നമുക്ക് ഡാം വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയ പിള്ളേരുടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ആ സ്ഥലത്ത്. അതെ, അവിടെ കുഞ്ഞു പിള്ളേരുടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ചെറിയ രീതിയിലേ ഉള്ളൂ അവിടെ ആയിട്ട്. ആദ്യമായിട്ടാട്ടോ ഒരു ഡാം നേരിട്ട് കാണുന്നത്. മറ്റേത് മഴക്കാലത്ത് എപ്പോഴും ന്യൂസിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വാർത്ത കേട്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ആദ്യമായിട്ടൊരു ഡാം കാണാൻ നല്ല രസമുണ്ട്. ആദ്യമായിട്ടൊക്കെ കാണുമല്ലേ. നല്ല കാറ്റുമുണ്ട്, വെയിലുമുണ്ട്. നമ്മൾ വാഗമണ്ണിൽ പോയ പോലെ തന്നെ. ഇനി നമ്മൾ ഒരു പ്ലേസിൽ കൂടെ പോകുന്നുണ്ടേ. ഓറഞ്ചോ ആപ്പിളോ എന്നെല്ലാം കൊണ്ടേ വരാവുള്ളേ അല്ലേ. ഡാം കാണുമ്പോൾ വല്ല കിറങ്ങിപ്പോവും. അതെ, കരിഞ്ഞു പോവോ തലയിറങ്ങി വീരോ എന്നേലും സംഭവിക്കും. അത്രയ്ക്ക് വെയിലാണ്. കുഞ്ഞു പിള്ളേരുടെ ഒക്കെ പ്ലേ ഏരിയ കേട്ടോ ഇത്. നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, എന്നാലും വെയിലുണ്ട്. ബെഞ്ചസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഫുൾ ഫാമിലിയാണ് കേട്ടോ നമ്മുടെ ബാക്കിൽ നിൽക്കുന്നവരവിടെ കളിക്കുകയും ഭയങ്കര പരിപാടികളൊക്കെയാണ്. ഇത്രയും വെയിലും ചൂടത്തുമൊക്കെ ആൾക്കാർ വരുന്ന ഒരു ഇതാ ഞാൻ ആലോചിച്ചത്. എല്ലാവർക്കും ട്രാവൽ ചെയ്യാനുള്ളൊരു ഇഷ്ടവും പ്ലേസസ് കാണാനുള്ളൊരു ആഗ്രഹമൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഡാമിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഏകദേശം ഈ ഒരു പാർക്ക് ഏരിയ ഒക്കെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ചുമ്മാ വെറുതെ റിലാക്സ് ആയിട്ട് ഇരിക്കാനും പിള്ളേർ വന്നാൽ അവർക്കും നേരം പോകാനും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഈവനിങ് ടൈമിൽ വരുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്ററായിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈം. അതാണ് നമ്മുടെ മെയിൻ. ആദ്യം ഇല്ലിക്കല്ല് ഇങ്ങോട്ട് വേണം പോവാം. നമുക്കറിയത്തില്ല, മാപ്പ് നോക്കിയിട്ട്. വെള്ളം കുടിച്ചാൽ മേടിച്ചില്ല വെള്ളം കിട്ടി. ചിറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. മേളിലോട്ട് വണ്ടി പോകത്തില്ല. ജീപ്പ് സർവീസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് തലത്താലം നടന്നാലും കാണുന്നതാണ് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത്. ആ ഫിലിം
ഇലവീര പൂഞ്ചിറയും ഇല്ലിക്കക്കല്ലും അടുത്തടുത്തുള്ള പ്ലേസസ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പ്ലേസസിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒത്തിരി മാറിയാണെന്ന് വിചാരിക്കണം. ഒറ്റ ദിവസം കൊണ്ട് വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് ഈ 3 പ്ലേസസ് കണ്ടുപോകാം. ഇവിടെ പോയി നോക്കിയാലോ, ഈ വഴി കൂടെ ആണ് ജീപ്പ് പോയേ. തമ്പനയിൽ ഡിസപ്പോയിൻറ്റഡ് എന്ന് കാണിച്ച പോലെ എനിക്കവിടെ വന്നപ്പം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി ഗൈസ്. അതുകൊണ്ട് മേളിലേക്ക് പോകാൻ പറ്റിയില്ല. ജീപ്പ് സർവീസും ഉണ്ട്, അല്ലാതെ നമുക്ക് നടന്നും പോകാം കേട്ടോ. പക്ഷേ കാറ്റ് കാരണം ഭയങ്കരമായിട്ട് അങ്ങ് ബ്രീത്തിങ് പ്രോബ്ലം വന്നു. എനിക്ക് മാത്രമേ വന്നുള്ളൂ, കണ്ണേട്ടനും പാച്ചനൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ട്രെക്കിങ്ങിന് ഇഷ്ടമുള്ളവർക്കാണ് ബെസ്റ്റ് പ്ലേസാണ് ഇലവീര പൂഞ്ചിറ. ഈ ജീപ്പൊക്കെ അവിടെ ഇട്ടേക്കുന്ന കേട്ടോ, നമുക്ക് അതിൽ കയറി പോകാം. ഒരാൾക്ക് 500 അങ്ങനെ എന്തോ റേറ്റാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ജീപ്പൊന്നും വിളിച്ചില്ല, കയറാൻ പറ്റാഞ്ഞുകൊണ്ട് അവരും പോയില്ല. അപ്പം ഞാൻ കാരണം അവർക്കും കാണാൻ പറ്റില്ല. ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ബ്രീത്തിങ് പ്രോബ്ലം നല്ലതായിട്ട് വരുമായിരുന്നു. മുകളിലേക്ക് പോകും തോറും ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി മുകളിലേക്ക് പോകാൻ നിന്നില്ല. അപ്പോൾ അങ്ങനെ അതൊരു ചെറിയൊരു വിഷമായി പോയി. പക്ഷേ കമ്പയർ ടു വാഗമൺ ടു ഇലവീര പൂഞ്ചിറയാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ വാഗമൺ തന്നെയാണ് ബെറ്റർ. ബിക്കോസ് അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടല്ലോ. പൈൻ ഫോറസ്റ്റ്, അല്ലാതെ മൊട്ടക്കുന്നുകൾ, അങ്ങനെ പല പല കാര്യങ്ങൾ കാണാനുള്ളതുകൊണ്ട് ഒന്നും കൂടെ ബെറ്റർ അതാണ്. ഇലവീര പൂഞ്ചിറയിൽ ഈ ഒരു മല മാത്രമേ ഉള്ളൂ കാണാൻ. അപ്പോൾ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ആയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാം കേട്ടോ. അതുപോലെ ഇല്ലിക്കക്കല്ലിലും പോകാൻ പറ്റിയില്ല. നമ്മൾ വൈകുന്നേരം ആയായിരുന്നു ഇവിടെ തന്നെ വന്നപ്പോൾ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയാൽ ഇനി ലേറ്റ് ആവുമല്ലോ എന്ന് വെച്ച് ഇല്ലിക്കക്കല്ലിൽ വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വാഗമണ്ണിൽ പോയ ഒരു ഫീല് വെച്ച് പോയതാണ് ഇലവീര പൂഞ്ചിറയിലും. പക്ഷേ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരൊന്നും അങ്ങോട്ടേക്ക് ഒരുപാട് മേളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്കിനി ക്ലൈമറ്റിൻ്റെ ആണോ അതോ എപ്പോഴും ഇങ്ങനെ സീസണിൽ എങ്ങനെ കാറ്റ് വരുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ നല്ലതായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം വന്നു എനിക്ക്. അതുകൊണ്ട് കുറച്ച് ഇഷ്യൂ ആയിപ്പോയി. അതുകൊണ്ടാണ് അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള വീഡിയോ പോലും എടുക്കാഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിൽ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.